നിങ്ങളുടെ ക്യാമറ റെഡിയാണ് നോക്കിയിട്ടില്ലേ? ജീവിതത്തിൽ വെറുതെയാകുന്നില്ല ഭാവശുദ്ധിയും ഭംഗിയും വെണ്മയും, പൂവിനുള്ള സുഗന്ധവും അന്യനായി താനൊരുക്കും ചെറിയ സംതൃപ്തിയും, നേരിനായി മുറിവാർന്ന തൻ ജീവനാൽ പാരിനേകും മംഗളാശംസയും. നഗരത്തിരക്കുകൾക്കിടയിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരിടത്തേക്കൊരു യാത്ര. ഫാർമേഴ്സ് ഷെയർ ഷൊർണൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആംബ്രോസ് ചേട്ടനും ഫാമിലിയുമാണ് ഇവിടെ ഉള്ളത്. അവരുടെ വീടാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് ഞങ്ങളുടേതുമായി. ഈ പുസ്തകങ്ങളും പ്രകൃതിയും അനുഭവവുമാണ് ഇവിടുത്തെ മക്കളുടെ ഗുരുക്കന്മാർ. മത്സ്യത്തെ മരം കയറ്റം പഠിപ്പിക്കുന്ന, ഓർമ്മശക്തിക്ക് മാർക്കിടുന്ന വിദ്യാഭ്യാസ രീതിയെ അവർ അംഗീകരിക്കുന്നില്ല. സ്വന്തം വീട്ടിലേക്കല്ലാതെ വേറെ എവിടെയും ഇത്ര സ്വാതന്ത്ര്യത്തിൽ കയറി ചെന്നിട്ടില്ല. കോഡ് കോമ്പസ് ട്രാവൽ ഗ്രൂപ്പിനൊപ്പമാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ ചെമ്പരത്തിയും മാമ്പഴവും ചേർത്ത് ജ്യൂസ് നൽകി അവർ ഞങ്ങളെ സ്വീകരിച്ചു. പലരും ഇവിടെ എത്തിച്ചേരുന്നത് അവരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണം രുചിച്ചു നോക്കാൻ കൂടി വേണ്ടിയാണ്. അവർ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറി ഉപയോഗിച്ചാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആംബ്രോസ് ചേട്ടൻ പറയുന്നത് നമുക്ക് കേൾക്കാം. തേങ്ങയൊക്കെ ചേർത്ത് കടുക് ചേർത്തരക്കുന്ന പച്ചടി, അതിന് ശംഖുപുഷ്പത്തിന്റെ പൂവ് ചേർത്തത്, അതുകൊണ്ടാണ് നീലക്കളർ. ഇത് കടച്ചക്കയുടെ ഓലനാണ്. കടച്ചക്ക ഓലനൊക്കെയല്ല, കടച്ചക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. കടച്ചക്ക നമ്മൾ സാധാരണ ഓലം വെക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ചായമാനസ എന്ന് പറഞ്ഞൊരു ഇലയുടെ ഇല അരച്ചിട്ട് തേങ്ങാപ്പാലിൽ അരച്ചിട്ട് അത് ടോപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. ചായമാനസ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭക്ഷ്യയോഗ്യമാണത്. ചായമാനസനാകണമെന്നില്ല, ഏത് തരം പച്ചലകളും ചേർക്കാം. അപ്പോൾ അത് തേങ്ങാപ്പാലിൽ അരച്ച് ചേർത്തിട്ടുള്ള ഓലനാണത്. ഇത് കുമ്പളങ്ങ ചുരണ്ടി എടുത്തിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്തതിന് ശേഷം തൈര് ചേർത്ത്, തൈരും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വേവിക്കാത്ത സാലഡ്. മാതളം അതിൻ്റെ ചേരി കേട്ടിട്ടുണ്ട്. ഇത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു വേവിക്കാത്തൊരു കറിയാണ്, കുഞ്ഞിക്കറി. ഉണക്ക കാശ്മീരി ചില്ലി, പച്ചമുളക്, ചെറുള്ളി ഇട്ടിട്ടുണ്ട്, ഉപ്പ്, അങ്ങനെയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഉള്ള ചുവപ്പ് ചീര, ചക്കക്കുരു, ചെറുപയർ, കുടപ്പൻ, ഇത്ര സാധനങ്ങൾ ചേർത്തിട്ടുള്ള തോരനാണ്. മാങ്ങാച്ചാറ്, രസം, ഇത് മാങ്ങാക്കാളൻ, ഇത് ചക്ക പായസം. കണ്ണും മനസ്സും വയറും നിറച്ചൊരു ഊണ് ജീവിതത്തിൽ ആദ്യമായി കഴിച്ചു. വൈകിട്ട് കൊഴുക്കട്ടയും ഇലയപ്പവും ശംഖുപുഷ്പത്തിന്റെ ചായയുമായിരുന്നു. കൊഴുക്കട്ടയും ഇലയപ്പവും. ഈ കൊഴുക്കട്ട പൊളിച്ചിട്ട് അതിന്റെ നടുക്ക് ഇവർ പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുളക് ചമ്മന്തി ഉണ്ട്. അത് ഒഴിച്ച് കഴിക്കുന്നത് വളരെ രുചികരമായിരുന്നു. അത് വൈകുന്നേരം വരെ മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ആയിരുന്നു. അതിനുശേഷം റിവർ വോക്ക്. ട്രെയിനിലിരുന്ന് ഭാരതപ്പുഴ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിലേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. ഞങ്ങൾ ശംഖുപുഷ്പത്തിന്റെ ചായയൊക്കെ കുടിച്ചിട്ട് ഭാരതപ്പുഴ ലക്ഷ്യമാക്കി നടന്നു. പാടവും മരങ്ങളും കടന്ന് പുഴയിലേക്ക്. തിരിച്ചെത്തി കുളിച്ച് റെഡിയായി എത്തിയപ്പോഴേക്കും സ്വീകരണ മുറി കൂടിയാട്ടരങ്ങായി മാറിയിരുന്നു. കൂടിയാട്ടം പോലുള്ള കലകൾ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് തോന്നി. അത്രയും ലളിതമായിട്ടാണ് ഓരോ വാക്കും ഭാവവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. രാത്രിയിൽ ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു. രണ്ടാം നാൾ നന്നേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചെമ്പരത്തി ചായയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതെല്ലാം കഴിച്ച് തൊടിയിലൊക്കെ ചുറ്റി നടന്നു. നിങ്ങളുടെ ക്യാമറ റെഡിയാണ്.
ഇത് പപ്പായയും ശംഖുപുഷ്പവും ചേർത്ത് സാലഡ് നമ്മൾ ആപ്പിൾ സിഡർ, ഹണി, പിങ്ക് സോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ, മാങ്ങ, സ്പ്രൗട്ട് ചെയ്ത ചെറുപയർ, മത്തങ്ങ, അറിയാലോ കടലക്കറിയാണെന്ന്. ഇത് പച്ചപ്പപ്പായ നമ്മൾ പുഴിഞ്ഞെടുത്തിട്ട് തേങ്ങാപ്പാലിൽ അടിച്ച് ബദാം ചേർത്ത് എടുക്കുന്നൊരു മിൽക്കാണ്. ബദാം മിൽക്ക് തന്നെ, പക്ഷെ പച്ചപ്പപ്പായ പുഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഈ ക്യാമ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കളിമൺ പാത്ര നിർമ്മാണമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ചെറുപ്പത്തിൽ അച്ഛനൊപ്പം ഓണത്തപ്പനെ ഉണ്ടാക്കിയ ശീലം മാത്രമാണ് കൈമുതലായുള്ളത്. ഇതിനുശേഷം പേപ്പർ മേക്കിംഗ് ഉണ്ടായിരുന്നു. ശംഖുപുഷ്പം ചേർത്ത നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിന്. അതിനുശേഷം ശംഖുപുഷ്പത്തിൻ്റെ നീരുപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ഇവരെ പരിചയപ്പെടുത്താതെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ആൽഫ, മിക്കു, മൗസി, ഫാർമേഴ്സ് ഷെയറിലെ കാവൽ മാലാഖമാർ ഞങ്ങളുടെ. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് വന്നവർ. ഒരാൾ കൊൽക്കത്തക്കാരിയായിരുന്നു. എല്ലാവരും അപരിചിതർ. എന്നാൽ 1.5 ദിവസം കൊണ്ട് ഞങ്ങളൊരു ഫാമിലിയായി മാറിക്കഴിഞ്ഞിരുന്നു. അഥവാ ആ വീട് ഞങ്ങൾ അങ്ങനെ ആക്കി തീർത്തു. ഈ ഇടം പരിചയപ്പെടുത്തി തന്നതിന് കോഡ് കോമ്പസ് ഗ്രൂപ്പിനോടും പ്രത്യേകിച്ച് ശ്രീരാജിനോടും നന്ദി പറയാണ്. എല്ലാ സൗഹൃദങ്ങളെയും നെഞ്ചോട് ചേർക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാമെന്ന് വാക്ക് നൽകി ഞങ്ങൾ പടിയിറങ്ങി.